പെരുമ്പാവൂർ വാഴക്കുളം പാര്യത്ത് കാവ് കോളനി ഒഴിപ്പിക്കൽ നടപടിക്കായി ഉദ്യോഗസ്ഥ സ്ഥലത്ത് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്ത് എത്തിയത്. 8 കുടുംബങ്ങൾ താമസിക്കുന്ന ആ ഭൂമിയാണ് ഒഴിപ്പിക്കുന്നത്. കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വി അബ്ബാസും സ്ഥലത്തെത്തി. അഖിൽ പാലോട്ട് മഠം ചേരുകയാണ് പെരുമ്പാവൂരിൽ നിന്ന്. അഖിൽ, ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഈ നാട്ടുകാർ പ്രതിഷേധം കടുപ്പിക്കുകയാണോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് പറയുന്നത്? രാവിലെ 10 മണിയോടുകൂടിയാണ് പെരുമ്പാവൂർ വാഴക്കുളത്ത് പാര്യത്തുകാവിലെ കോളനിയിലെ സ്വന്തം ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സാധാരണക്കാരുടെ സമരം ആരംഭിക്കുന്നത്. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. 11:30 തന്നെ അഭിഭാഷക കമ്മീഷനും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതായത് കോളനിയിലേക്ക് അകത്തേക്ക് ആരെയും തന്നെ അകത്തേക്ക് കടത്തിവിടില്ല, അതായത് അഭിഭാഷക കമ്മീഷനെ അകത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ, സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാർ സ്ഥലത്ത് തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 4 സ്ത്രീകളാണ് ഈ സമരത്തിന്റെ ഭാഗമായി കുഴഞ്ഞു വീണ് ആശുപത്രിയിലേക്ക് പോകുക. അങ്ങനെ സ്ത്രീകൾ കുഴഞ്ഞു വീണിട്ട് പോലും ആ സമരക്കാർ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമരം തുടർന്നു പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർ ഇപ്പോഴും ഇവിടെ കസേരകളിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ പല ഭൂസമരങ്ങളും കണ്ടിട്ടുണ്ട്. ചെങ്ങറ കണ്ടിട്ടുണ്ട്, അരിപ്പ കണ്ടിട്ടുണ്ട്. സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത നിരവധി ആൾക്കാരെ നമ്മൾ ഒരുപാട് തവണ കേരളത്തിന്റെ പൊതുമനസാക്ഷി കണ്ടവരാണ്. അതുപോലെ സ്വന്തം ഭൂമിക്ക് വേണ്ടി ഇപ്പോഴും സമരം ചെയ്യുന്ന ഒരു കൂട്ടം സാധാരണ ജനങ്ങളെയാണ് നമ്മളിപ്പോൾ പെരുമ്പാവൂര് വാഴക്കുളത്ത് കാണുന്നത്. പോലീസിന്റെ വലിയ സന്നാഹം ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് അകത്തേക്ക് കടന്നു പോകാൻ സാധിച്ചില്ല എന്നതും ഈ പ്രതിഷേധക്കാർക്ക് നേട്ടം ഉണ്ടാകുന്നത് തന്നെയാണ്. എന്തായാലും സമരവുമായി ഇവർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് ഈ കമ്മീഷൻ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കേണ്ട ബാധ്യത അത് പോലീസ് ഉദ്യോഗസ്ഥർക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനുമാണ് ആ ഉത്തരവാദിത്തമുള്ളത്. അങ്ങനെ ആ ഉത്തരവാദിത്തം നടപ്പിലാക്കണമെന്ന ആവശ്യം അഭിഭാഷക കമ്മീഷൻ ആ പോലീസ് ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വച്ചിട്ടുണ്ട്. നടപ്പിലാക്കേണ്ടത് അവരാണ് എന്നതാണ് നിലപാട് അഭിഭാഷക കമ്മീഷൻ സ്വീകരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പരാതി ഉള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്ന ഒരു വാദമാണ് അഭിഭാഷക കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ നിലയുറപ്പിച്ചു നിൽക്കുകയാണ് അഭിഭാഷക കമ്മീഷനും. എന്നാൽ നമ്മളോട് സംസാരിച്ച ഡെപ്യൂട്ടി കമ്മീഷണർ കളക്ടറാകട്ടെ പറയുന്നത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെ അങ്ങനെ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തി ഇവിടത്തേക്ക് കടന്നു കയറാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഡെപ്യൂട്ടി കളക്ടർക്കും ഉള്ളത്. എന്തായാലും സമരക്കാർ ഇപ്പോഴും രാവിലെ മുതൽ അവർ ഇരുന്ന അതേ സ്ഥലത്ത്, അതായത് ഈ പാര്യത്തുകാവ് കോളനിയിലേക്ക് കടന്നു പോകുന്ന ആ വഴിയുടെ കവാടത്തിൽ തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചു നിൽക്കുന്നുണ്ട്. അവർ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ പല സമരങ്ങളിലും കണ്ടതുപോലെ തന്നെ അവർ ഇവിടെ തന്നെ കഞ്ഞിവെച്ച് അവർ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചതുപോലെ ഒരുമിച്ച് സമരത്തിലാണ് എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഭക്ഷണവും കഴിച്ച് ഒരുമിച്ചാണ് എന്നുള്ള ഒരു ഐക്യം ആ സമരക്കാർ കാണിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഞ്ഞിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ അവർ വിളമ്പി അവരുടെ സമരം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സമരക്കാരുമുള്ളത്. അഖിൽ പാലോട്ട് മഠം പെരുമ്പാവൂരിൽ നിന്ന് തത്സമയ റിപ്പോർട്ടിംഗ് നടത്തിയത്.